സംഭവവുമായി CPM-ന് യാതൊരു ബന്ധവുമില്ല എന്ന് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി നമ്മുടെ ബഹുമാനായ മന്ത്രി TP രാമകൃഷ്ണൻ, അതുപോലെ മുൻ മേയർ ശ്രീ ഭാസ്കരേട്ടൻ, ഇവർ നേരിട്ട് ഫോൺ വിളിച്ച് അന്നത്തെ DCC പ്രസിഡന്റിനെ അറിയിക്കുന്നു. അവിടെയും അവസാനിച്ചില്ല. അന്ന് വൈകുന്നേരം തന്നെ ഇതേ ശ്രീ TP രാമകൃഷ്ണനും ശ്രീ ഭാസ്കരേട്ടനും കൂടെ കോഴിക്കോട് DCC ഓഫീസിലെത്തുകയും അന്നത്തെ DCC പ്രസിഡന്റ് ശ്രീ KC അബു, ശ്രീ P ശങ്കരൻ പോലുള്ള നേതാക്കളെ കണ്ടു പറയുന്നു, ഈ അക്രമവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ അണികൾ ആരെങ്കിലും പിറകിൽ നിന്ന് എഴുതുകയാണെങ്കിൽ ഒരുപക്ഷെ നുഴഞ്ഞു വന്നവരാവാം. എന്തായാലും അക്രമ സംഭവവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ നേതാക്കൾ നേരിട്ട് വന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെ അറിയിച്ചതോടുകൂടി അവിടെ ഒരു വലിയൊരു സംഘർഷത്തേക്ക് നീങ്ങാവുന്ന സാഹചര്യം അന്ന് രണ്ട് പാർട്ടി നേതൃത്വവും ഇടപെട്ടുകൊണ്ട് ഇല്ലാതായ ഒരു സാഹചര്യം നമ്മൾ 4 വർഷം മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് വേണമെങ്കിൽ ഇടപെട്ടുകൊണ്ട് ഏത് സംഘർഷാവസ്ഥയും പരിഹരിക്കാൻ കഴിയും. അതിന് മാത്രം ഇടപെടാനും പക്വതയുമുള്ള രാഷ്ട്രീയ നേതൃത്വമൊക്കെ രണ്ട് പാർട്ടികൾക്കുമുണ്ട്. പക്ഷേ ആ രീതിയിലേക്ക് ഇടപെടാൻ എന്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം മടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട്ട് നടക്കുന്ന ഈ അക്രമ സംഭവങ്ങൾ കണ്ടുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. അതിനാണ് ഈ രാഷ്ട്രീയ നേതൃത്വം ഉത്തരവും പറയേണ്ടത്. ജയപത്മനാഭൻ, മറ്റൊരു കാര്യം ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ ഞങ്ങളുമായി ഇത്തരത്തിലുള്ള അക്രമികൾക്ക് ബന്ധമില്ല എന്ന്. കോടിയേരി പറഞ്ഞത് BJPയുടെ പ്രകോപനത്തിൽ പെടരുത്, അവിടെ സൂത്രപ്പണിയുണ്ട്, സംഘപരിവാർ നിരവധി പേരുണ്ട്, പക്ഷേ ഉത്തരവാദിത്വം RSSനാണ്, പക്ഷേ അവർ ഏറ്റെടുക്കുകയില്ല, BJPയും ഏറ്റെടുക്കുകയില്ല. ഈ സംഘപരിവാറിലെ പല ആളുകൾ പലയിടങ്ങളിലും അക്രമം നടത്തി രക്ഷപ്പെട്ടു പോകും, അവിടെയൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ BJPയോ RSSോ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കെണികളിൽ പെടരുതെന്ന്. അല്ല, ഇത് അദ്ദേഹം അങ്ങനെ വലിയ വിശാല മനസ്കതയോട് പറയുകയും ചെയ്യും, പക്ഷെ അക്രമത്തിന് പ്രേരണ കൊടുക്കുകയും ചെയ്യല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അദ്ദേഹത്തെ ഇന്നത്തെ പത്രസമ്മേളനം തന്നെ നോക്കുക. ഇപ്പോൾ അവിടെ DCC പ്രസിഡന്റ് അദ്ദേഹം CPM-ന്റെ വക്കാലത്ത് ഏറ്റെടുത്തതുപോലെയാണ് പറയുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ പറഞ്ഞ സജീഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത്, അല്ലാതെ വേറെ ആരും ഈ സംഭവം കണ്ടിട്ടില്ല. ഈ മോഹൻ മാഷ് അവിടെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ ഈ പത്രക്കാരും മറ്റു ആളുകളും ചെല്ലുന്നത് ബോധപൂർവം BJPയുടെ മണ്ഡലം കെട്ടിവെക്കുന്നതാണ്. മാത്രമല്ല സജീഷ്, വേറൊരു കാര്യമുണ്ട്. ഈ സംഭവം ഇത് ആസൂത്രണം ചെയ്തത് ഞങ്ങൾ സംശയിക്കാൻ കാരണം അതിന്റെ പിന്നാലെ ഇന്ന് പുലർച്ചെ P ജയരാജൻ കോഴിക്കോടെത്തി. P ജയരാജൻ 3 മണിക്ക് മുമ്പ് കോഴിക്കോടെത്തി. ആ P ജയരാജന്റെ ആസൂത്രണമാണ് ഈ നടന്നിട്ടുള്ളത്. അതുകൊണ്ടല്ലോ വ്യാപകമായി 22ഓളം BJP ഈ സംഭവം ആസൂത്രണം ചെയ്ത് തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് P ജയരാജൻ ഓഫീസ് ആക്രമിച്ചത്, BJPയുടെ ഓഫീസ് ആക്രമിച്ചത്. നിങ്ങൾ ചർച്ച നടത്തുന്ന സമയത്ത് ഇതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെയുള്ള മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ലൈവായി അവിടെ ഓരോരുത്തരും വന്നു പോകുന്നു. മാതൃഭൂമിയുടെ MD ആയിട്ടുള്ള ബഹുമാനായ വീരേന്ദ്രകുമാർ സാർ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഇത്രമാത്രം വ്യാപകമായ അക്രമം ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊന്നും പറയുന്നില്ല. കാരണം കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് ഒറ്റക്കണ്ണേ ഉള്ളൂ. CPM-ന്റെ ഓഫീസ് ആക്രമിക്കുന്നതായി കാണും. തിരുവനന്തപുരത്ത് BJPയുടെ ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് കോഴിക്കോട് പാളയം അങ്ങാടിക്ക് മുകളിൽ സഖാവ് MC ശേഖരും കേദാമോദരനും EMS-ഉം കൃഷ്ണപിള്ളയും ഉൾപ്പെടെയുള്ള 4 സഖാക്കൾ ചേർന്നുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് പാരമ്പര്യവും അനുഭവമുള്ള ഈ മലബാർ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിലെ ഓഫീസിന് നേരെ അക്രമം ഉണ്ടാവുമ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അങ്ങനെ ആക്രമിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഏറ്റവും നല്ല ശക്തി BJP ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളുടെ ജില്ലാ പാർട്ടി ഓഫീസ് ആക്രമിച്ചിട്ട് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ഓഫീസ് ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ തിരക്കി നോക്ക്. എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും തിരുവനന്തപുരത്തുണ്ടല്ലോ. ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണോ?
ഞങ്ങളാരും ഷഡത്വം ബാധിച്ചിട്ട ആളുകളൊന്നുമല്ല. ഞങ്ങൾക്കത് കഴിയും. പക്ഷെ ഞങ്ങൾ ചെയ്യാത്തത് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ ജനാധിപത്യത്തിന്റെ വിശ്വാസം, എനിക്ക് ഒരു സമയം തരണം. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. ശരി, പറഞ്ഞോളൂ സജീഷ്, പറഞ്ഞോളൂ, സമയമുണ്ട്. അതായത് പിന്നെ ഒന്ന്, ഈ ചർച്ചയ്ക്ക് അകത്ത് ബഹുമാനായ ടി സിദ്ദിഖ് തിരുവള്ളൂരും മറ്റും ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കാര്യമായ പരാമർശം നടത്താതിരുന്നത്, ഇതിനിടയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, തിരുവള്ളൂർ ഇന്നുണ്ടായ പ്രശ്നം മാത്രമല്ല, ഇന്നലെയും CPM നേരെ ആക്രമണം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനതിനെ വിശാലാടിസ്ഥാനത്തിൽ സംസാരിക്കാതിരുന്നത് ഒരു പൊതുവായ സാഹചര്യം, ഇവിടെ അതിന് ഏറ്റവും ഉപഘടകമായി നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയാവുന്ന ഒരു കാര്യമാണ് ബഹുമാനായ സൂര്യദാസ് ഇവിടെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളായിട്ടുള്ള കോൺഗ്രസോ CPM മറ്റ് പ്രസ്ഥാനങ്ങളോ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഇപ്പോൾ അണികളുടെ വൈകാരിക പഠനത്തിൻ്റെ ഭാഗമായി ഒരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും ജനാധിപത്യപരമായി ചർച്ച ചെയ്യാനും ആ പ്രശ്നം അവസാനിപ്പിക്കാനും വേണ്ടി കഴിയും. അതിന് എല്ലായിടത്തും നമുക്ക് സാധ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മറ്റൊരു കൂട്ടർ, ആ കൂട്ടർ RSSനാൽ നയിക്കപ്പെടുന്ന BJP, ആ BJPയുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് അമിത്ഷാ വന്നപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ KP മജീദിനും എല്ലാം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ബഹുമാന്യരായ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പുതിയ കൂട്ടുകെട്ട്. നിങ്ങൾ കേരളത്തിൽ BJPക്കെതിരായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു കൂട്ടുകെട്ടിന്റെ ഒരു ക്രോസ് സെക്ഷനാണ്. നിങ്ങൾ എതിർക്കും, സ്വാഭാവികമല്ലേ? നിങ്ങൾ യെച്ചൂരിയെ ഇപ്പോ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നിങ്ങളെ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ഇടക്കിടയ്ക്ക് ഇതേപോലെയുള്ള ചെറിയ ആക്രമണങ്ങളെ നിങ്ങൾക്ക് ബീജാഭാവം ഉണ്ടായപ്പോൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവർ ഈ ശ്രീ ടി സിദ്ദിഖ്, CPMനാൽ ആക്രമണങ്ങൾ നിരന്തരം ഏറ്റുവാങ്ങുകയാണെന്ന് താങ്കൾ ആദ്യം പറയുന്നു, കോൺഗ്രസും മുസ്ലിം ലീഗും, എന്നിട്ടും വക്കാലത്തെടുക്കുന്നു CPMന്റെ. ഇതിൽ യാഥാർത്ഥ്യമായി പറയണം. അതുകൊണ്ടാണ് CPIM നടത്തുന്ന ആക്രമണങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്, BJP നടത്തുന്ന ആക്രമണങ്ങൾ പറയുന്നുണ്ട്. ഒളിച്ചോട്ടം ആവശ്യമില്ല, നാടിന് വേണ്ടത് സമാധാനമാണ്. അത് മുൻനിർത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നാളത്തെ ഹർത്താൽ കഴിയുന്നതോടുകൂടി കോഴിക്കോട് ജില്ലയിലെ ജനം മുഴുവൻ ഈ രണ്ട് പാർട്ടികൾക്കെതിരായിട്ടുള്ള കൃത്യതയോടുകൂടിയിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിലേക്ക് വരും. ഇന്ന് എന്നെ വിളിച്ചതായിരിക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരും പ്രധാനപ്പെട്ടതായിരിക്കുന്ന തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് നടത്തുന്നതായിട്ടുള്ള വ്യാപാരികളും ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് രാഷ്ട്രീയമാണ്, ഇതെന്ത് സമീപനമാണ്, നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ രൂക്ഷമായ പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വക്കാലത്ത് ആരുടെയും വക്കാലത്ത് കൃത്യമായി മോഹനൻ മാഷെ ആക്രമിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. BJP ഓഫീസുകൾ RSS കാര്യാലയങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. CPMന്റെ വായനശാല ഉൾപ്പെടെയുള്ളത് തകർക്കപ്പെട്ടിട്ടുണ്ട്, ഓഫീസ് തകർക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു, വളരെ കൃത്യതയോടുകൂടി ഒരക്രമത്തിനും നേതൃത്വം കൊടുക്കാത്ത അശോകന്റെ വീട് 4 ബോംബിട്ട് ആക്രമിച്ചിട്ടുണ്ട്. 2, തിരുവള്ളൂരിൽ ഇന്ന് ലീഗിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് മാരകമായി ബോംബിട്ട് തകർത്തിട്ടുണ്ട്. 2 ലീഗ് ഓഫീസും തകർത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അക്രമം അവസാനിപ്പിക്കണം. ഈ നാട് സമാധാനത്തിൻ്റെതാണ്. നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലും ചില അക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ അക്രമങ്ങളെ ഏറ്റെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വന്ന് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന അന്തരീക്ഷം ഉണ്ടാവാറില്ല. അണികളെ നിയന്ത്രിക്കാൻ ചില സമയത്ത് പാടുപെടാറുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാറില്ല, പിന്നീട് കൺട്രോളിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഇപ്പം അതല്ല സ്ഥിതി. ഇപ്പം വാളെടുക്കുന്നവൻ മുഴുവൻ വിളിച്ചപ്പെടുക. നിയന്ത്രണം പോലീസിന്റെ കയ്യിലില്ല. ഞാൻ ഉത്തരവാദിത്തത്തോട് പറയുന്നു, ഞാൻ തിരുവള്ളൂരിൽ വെച്ച് ഉത്തരവാദപ്പെട്ട പോലീസ് ഓഫീസറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്കെതിരെ ബോംബാക്രമണം നടത്തി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ഞാൻ പേര് പറയുന്നില്ല, ഉത്തരവാദപ്പെട്ട പോലീസ് ഓഫീസറാണ് പറയുന്നത്. അപ്പോ പോലീസ് നോക്കി നിൽക്കുകയാണ് അക്രമം, പോലീസ് നോക്കി നിൽക്കുകയാണ് BJP ഓഫീസ് അക്രമം, പോലീസ് നോക്കി നിൽക്കുകയാണ് CPM ഓഫീസ് അക്രമം. ഇവിടെ എവിടെയും പോലീസ് ആക്ട് ചെയ്യുന്നില്ല. നിർജീവാവസ്ഥ നിലനിൽക്കുക, അരാജകത്വമാണ്. അപ്പോ അടിയന്തരമായി മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിലെ പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിക്കണം, സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകണം.
ഇവിടെ BJP കുറച്ച് പിന്നെ അമിത്ഷാ വന്നോടുകൂടി വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആവേശം എന്നൊക്കെ പറഞ്ഞു. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ നമ്മളതൊക്കെ കണ്ടതാ. ഒരു ചുക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. BJPക്ക് കേരളത്തിൽ ഏറ്റവും ഞങ്ങൾ വലിയ സംഭവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണല്ലോ മലപ്പുറം തെരഞ്ഞെടുപ്പ്. എന്തെങ്കിലും ഉണ്ടായോ? പുറകോട്ട് പോയി BJP. അമിത്ഷാ വന്ന് ഇവിടുത്തെ നേതാക്കന്മാരെ മുഴുവൻ ശകാരിച്ചു. JR പത്മകുമാറിനൊക്കെ എന്തൊക്കെ ശകാരം കേട്ടു എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടതാണ്, എനിക്കറിയില്ല. ആ ശകാരിച്ച് പോകുക എന്നുള്ളതല്ലാതെ ഒരു ചുക്കും ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ BJPക്ക് സാധ്യമല്ല. പക്ഷേ കലാപത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന രാഷ്ട്രീയം അത് അനുവദിക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കപ്പെടുകയാണ്, ആയുധം വിന്യസിക്കപ്പെടുകയാണ്. എവിടെയും ബോംബാക്രമണമാണ്. ബോംബാക്രമണം നാദാപുരം കുറ്റ്യാടി മേഖലയിൽ ഉണ്ടായിരുന്ന ബോംബാക്രമണം ഇപ്പോ പോയി കോഴിക്കോട് നഗരത്തിലേക്കും പരിസരങ്ങളിലേക്കും ഒക്കെ സർവ്വവ്യാപിയായി കടന്നിരിക്കുന്നു. ഇത് അടിയന്തരമായി ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. 1988 നാദാപുരത്ത് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, കണാരൻ MLA ലീഗുകാർ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കലാപം നിങ്ങൾക്കറിയാമല്ലോ. 8 പേരാണ് മരണപ്പെട്ടത്. എന്താണ് സംഭവിച്ചതെന്നും എല്ലാവർക്കും അറിയാമല്ലോ. ഇത്തരം ബോധപൂർവമായ അക്രമത്തിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് CPM നടത്തുന്നത്. നിങ്ങളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അല്ല, ഞങ്ങളെ വളരുന്നു പോകുന്നു എന്നുള്ളതല്ല. പത്രപ്രവർത്തകൻ പറഞ്ഞതുപോലെ അവിടെ 2 പഞ്ചായത്ത് വഴി ഞങ്ങൾ സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. അത് ഞങ്ങളുടെ സംഘടനാപരമായ ജനാധിപത്യപരമായ അവകാശം. ആ സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിലുള്ള അസ്വസ്ഥതയുണ്ട് CPM-ന്, ചെറിയ തോതിൽ നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ CPM-ന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത്. ഞങ്ങളൊരു അക്രമത്തിനും പോകുന്നില്ല, ജനാധിപത്യ രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത് കോഴിക്കോട് ഈ സംഭവം നടന്നത് ഞങ്ങൾ അതിനെ ഡിസോൺ ചെയ്യുന്നു. ഞങ്ങൾക്ക് ബന്ധമില്ല. ഈ സംഭവം മറ്റാരും കണ്ടിട്ടുമില്ല. അതാണ് രസം. കൊലപാതകം നടത്തിയാൽ, അക്രമം നടത്തിയാൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന സംഘടനകളല്ല BJPയും CPIM-ഉം. കൃത്യമായി പറയുന്നു, ഗാന്ധിയെ കൊന്നത് RSS ആണ്. എന്നിട്ട് കോടതിയിൽ പോയി RSS ഇടപെടുകയാണ്. സമയമില്ല, അതുകൊണ്ടാണ് സമയമില്ല. ഈ അക്രമ സംഭവങ്ങൾക്കിടെയാണ് CPM-ന് ന്യായീകരിക്കുവാനായി ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ഫസൽ വധക്കേസിലെ RSS-കാരന്റെ മൊഴി CPM-നെ രക്ഷിക്കുവാനുള്ള പോലീസ് തന്ത്രമാണോ? ഇടവേളയ്ക്ക് ശേഷം.